ഹലോ, വെൽക്കം ടു അനുസീമി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി വീഡിയോ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. ഇത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീഫ് ഫ്രൈയും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ് ആണ്. ഇത് നല്ലതുപോലെ തന്നെ കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സബോള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക്, 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.25 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കാം. എനിക്ക് മീഡിയം ഫ്ലെയിമിൽ 13 വിസിലാണ് ഈ ബീഫ് വേവാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 13 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ബീഫൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1/2 കഷ്ണം ഇഞ്ചിയും 2 അല്ലി വലിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൽ ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി വറ്റിച്ചെടുക്കണം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൽ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നന്നായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ബീഫ് ഇവിടെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് കഷ്ണങ്ങളായിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞിട്ടും, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.